പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊന്ന് മാറി ചിന്തിക്കുകയാണ്. സിനിമയെ പറ്റി വീഡിയോകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഫുട്ബോൾ ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റാത്ത സാധനമാണ്. കാരണം ഞാൻ ഫുട്ബോൾ കളി കാണാൻ തുടങ്ങിയപ്പോൾ വരെ എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ മറഡോണയായിരുന്നു. പിന്നെ ആ മറഡോണയായിരിക്കും അർജൻറ്റീനയെ സ്നേഹിപ്പിക്കാൻ പഠിപ്പിച്ചത്. അർജൻറ്റീന എന്ന ടീമിനോട് വളരെ സ്നേഹം തോന്നി. പിന്നെ ബ്രസീലിൻ്റെ അർജൻറ്റീനയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു കവിത പോലെ സുന്ദരമായി ഒഴുകുന്ന, എന്താ പറയുന്നത്, ഒരു പുഴ പോലെ, വളരെയധികം മനോഹരമായിട്ട് കളിക്കുന്ന രണ്ട് ടീമുകൾ, ആ കാവ്യാത്മകമായി കളിക്കുന്ന ടീമുകൾ എന്നൊക്കെ പറയാം. ഈ യൂറോപ്യൻ ടീമുകൾ, ഫ്രാൻസും ഒക്കെ എന്ന് പറഞ്ഞാൽ ജയിക്കാൻ വേണ്ടി കളിക്കുന്ന ടീം. മറ്റേത് അതല്ല. ഇത് എത്ര സുന്ദരമായി ഫുട്ബോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ കളിക്കുന്നത് അർജൻറ്റീനയും ബ്രസീലും. ബ്രസീലിൻ്റെ കളിയൊക്കെ വളരെയധികം മോശമായി വരുന്നു. പക്ഷേ അർജൻറ്റീന ഇപ്പോഴും മികച്ചു നിൽക്കുന്നു. അർജൻറ്റീന മികച്ചു നിൽക്കാനുള്ള ഒരു കാരണം ലയണൽ മെസ്സി എന്ന് പറയുന്ന എന്താ പറയുന്നത്, രാജാവ് എന്നൊന്നും അല്ല, അതുക്കും മേലെ നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു 4 കൊല്ലം മുമ്പ് ഫുട്ബോളിൻ്റെ രാജാവ് കിരീടം, അദ്ദേഹം ആദ്യമായിട്ട് ലോകകപ്പ് കിരീടം നേടിയപ്പം അതിനു മുമ്പ് എല്ലാവരും ആഗ്രഹിച്ചാണ് ലയണൽ മെസ്സി, എനിക്ക് തോന്നുന്നു എതിർ ടീമിലെ നായകന്മാരും ടീമംഗങ്ങൾ വരെ ആഗ്രഹിച്ചാണ് ലയണൽ മെസ്സിക്ക് ഒരു കിരീടവുമായിട്ട് യാത്രയ്ക്ക് കൊടുക്കണമെന്ന്. അത് കഴിഞ്ഞ പ്രാവശ്യം നടന്നു. എല്ലാവരും ആഗ്രഹിച്ചു അന്ന്. പക്ഷെ നമ്മൾ വിചാരിച്ച് കാണത്തില്ല അങ്ങേരുടെ ഒരു തിരിച്ചു വരവ്. അങ്ങേര് ഈ 2026 വന്നിട്ട് ഈ ലോകകപ്പിൽ കളിക്കുമെന്നും അരങ്ങേറ്റത്തിൽ തന്നെ ഹാട്രിക്കുമായിട്ട് മുന്നേറുമെന്നൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? എൻ്റെ ദൈവമേ, ഒരു രക്ഷയില്ല. സത്യം പറഞ്ഞാൽ രാവിലെ രോമാഞ്ചം വന്നടേ. എനിക്ക് അറിയില്ല, ഞാൻ ഇടയ്ക്കിടയ്ക്ക് നുള്ളി നോക്കി, ഇത് ലയണൽ മെസ്സി തന്നെയാണോ ആദ്യ കളിയിൽ ഹാട്രിക്ക്? അതിനും ഒരു കഥയുണ്ടെന്ന്. ലോകകപ്പിലെ എല്ലാം, ഫുട്ബോളിലെ എല്ലാം പുള്ളി നേടി, പക്ഷേ ലോകകപ്പിൽ ഒരു ഹാട്രിക്കില്ല. അത് പുള്ളിയുടെ മനസ്സിലുണ്ടാകാം, നമുക്കറിയില്ലെങ്കിലും നമ്മളെല്ലാം നേടിയെന്ന് കരുതിക്കുമ്പം പുള്ളിയുടെ മനസ്സിലുണ്ടാകാം ലോകകപ്പിലൊരു ഹാട്രിക്കില്ല, അതും പുള്ളി നേടിയെന്നുള്ള. അതുപോലെ ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഗോളിൻ്റെ റെക്കോർഡും പുള്ളിയുടെ പേരിലാണ്. ഇതൊക്കെ എനിക്ക് ഒരു കാരണവശാലും ചിന്തിക്കാം. ഞാൻ ഇങ്ങനൊരു കളി പ്രതീക്ഷിച്ചേയില്ല. ലയണൽ മെസ്സി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഊണിലും ഉറക്കത്തിലും ഒക്കെ മെസ്സിയുടെ കളി എവിടെ കണ്ടാലും കണ്ടുകൊണ്ടിരിക്കുക. അത്രമേൽ ലയണൽ മെസ്സി നമുക്ക് ഇഷ്ടമാണ്. ചിലവരോടൊക്കെ നമുക്ക് ഭയങ്കര ആരാധന. സിനിമയിലെന്ന് പറഞ്ഞാൽ മോഹൻലാലിനോട് ഒരു പ്രത്യേക ആരാധനയാണ്. കളിയിലെന്ന് പറഞ്ഞാൽ നമ്മുടെ ലയണൽ മെസ്സി, ഫുട്ബോളെന്ന് കേൾക്കുമ്പോൾ ക്രിക്കറ്റിലാകുമ്പോൾ സച്ചിന്, അങ്ങനെ പലരും ഉണ്ട്. അപ്പം അങ്ങനെ കളിയെ ഇഷ്ടപ്പെടുന്ന ഒരു മനസ്സിലെ ഈ ലയണൽ മെസ്സിയുടെ കളിക്കാൻ വരുമ്പോൾ ഭയങ്കര ടെൻഷനാണ്. ഈ 2 ടെൻഷൻ പലപ്പോഴും എനിക്ക് ഉണ്ടാകാറുണ്ട്. ഒന്ന്, ഈ ലാലേട്ടൻ ചിത്രങ്ങൾ ഇങ്ങനെ റിലീസാകുന്ന സമയത്ത് ഇത് വിജയിക്കുമോ എന്നുള്ളൊരു ടെൻഷൻ. ലയണൽ മെസ്സിയുടെ കളിയൊക്കെ കാണുമ്പം അദ്ദേഹം കളി തോക്കുമോ, അതോ കപ്പടിക്കുമോ, അല്ലെങ്കിൽ ഗോൾ അടിക്കുമോ എന്നൊക്കെയുള്ള ടെൻഷൻ. ഇതൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേനും ഭയങ്കര സന്തോഷമാവും. എന്നാലും നമുക്കൊരു ടെൻഷനാണ്. ഈ പ്രാവശ്യം ടെൻഷനൊന്നും ഇല്ലായിരുന്നു. കാരണം അദ്ദേഹം ലോകകപ്പ് നേടിക്കഴിഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം ഭയങ്കര ടെൻഷനില്ല കളി കണ്ട്. കാരണം ആദ്യത്തെ കളി സൗദി അറേബ്യയായിട്ട് തോറ്റാണ് തുടങ്ങുന്നത്. പിന്നെ ഒരു കളി തോറ്റു കഴിഞ്ഞാൽ പുറത്താണ്. പക്ഷേ അതിൽ നിന്നൊക്കെ ഉജ്ജ്വലമായിരുന്നു. ഈ പ്രാവശ്യം യാതൊരു ടെൻഷനും ഇല്ല. കളിക്കാർക്കും ഇല്ല, മെസ്സിക്കും ഇല്ല, നമുക്കും ഇല്ല, കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് പോലും ഇല്ല. കാരണം പോയാൽ പോട്ടെ, കിട്ടിയാൽ കൂട്ടി അല്ലെങ്കിൽ ചട്ടി എന്നുള്ള രീതിയിലാണ് കളിക്കുന്നത്. ഏതായാലും ലോകകപ്പ് നേടി, എല്ലാ കപ്പുകളും നേടി, എല്ലാ റെക്കോർഡുകളും പുള്ളിയുടെ പേരിലായി. ഇനി ലാസ്റ്റ് മൂമെൻറ്റിൽ ഈ പ്രാവശ്യം ലോകകപ്പ് ലാസ്റ്റ് ആയിരിക്കാം, 39ാമത്തെ വയസ്സിൽ ഇങ്ങനെ കളിക്കുക എന്ന് പറയുന്നത് എൻ്റെ ഒരു രക്ഷയില്ല. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല എന്നുള്ള. അത് 3 ഗോൾ, ടീം 3 ഗോൾ അടിച്ച് 3 ഗോളും പുള്ളിയുടെ മാത്രം. ഇതിന് വേറൊരു പ്രത്യേകതയുണ്ട്. ഒരു ജൂൺ 16, 20 കൊല്ലം മുമ്പുള്ള ഒരു ജൂൺ 16 സർബിയക്കെതിരെയാണ് ലയണൽ മെസ്സി 78ാം മിനിറ്റിലാണ് ലയണൽ മെസ്സി കളിക്കളത്തിൽ സബ്ബായിട്ട് ഇറങ്ങുന്നത്. ആ ലയണൽ മെസ്സി അതേ ജൂൺ 16-ന്, 20 കൊല്ലം കഴിഞ്ഞ ജൂൺ 16-ന് ലോകകപ്പിൽ ഹാട്രിക്ക് നേടും. അതും അന്ന് സബ്ബായിട്ട് ഇറങ്ങിയ 78ാം മിനിറ്റിൽ പുള്ളി കളിക്കളത്തിൽ നിന്ന് മാറുന്നു. ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഒരു
അതിശയകരമായ കാര്യമാണ്. അത് കരുതിക്കൂട്ടി ചെയ്തതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ജൂൺ 16-ന് അർജൻറ്റീന കളി വേണമെന്നൊക്കെ തീരുമാനിക്കാൻ പറ്റത്തില്ല. അങ്ങനെ എന്താ പറയുന്നത്, കാലം പോലും പുള്ളിയുടെ കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുക. കാരണം അത്രമേൽ ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്ന വേറെ ഒരു വ്യക്തി ഉണ്ടോ എന്ന് നമുക്ക് സംശയമാവും. ഇത്ര കളിക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. പെലെ, മർഡോണ, പെലെ, റൊണാൾഡോ, റൊണാൾഡീനിയോ, റിവാൾഡോ എന്ന് വേണ്ട എത്രയോ കളിക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഫിദാൻ എന്ന് വേണ്ട. പക്ഷെ ഫുട്ബോളിനെ ഇത്രമേൽ സ്നേഹിച്ച ഒരു കളിക്കാരൻ വേറെ ഉണ്ടോ എന്നറിയില്ല. ഈ അമേരിക്കയിലേക്ക് ഫുട്ബോൾ കളിക്കാൻ വേണ്ടി ലയണൽ മെസ്സി പോയപ്പം നമ്മൾ സത്യം പറഞ്ഞാൽ എല്ലാവരും തലയിൽ കൈവച്ച് പോയി. കാരണം യൂറോപ്യൻ മേഖല വിട്ടിട്ട് ഈ അമേരിക്കയിലൊക്കെ ഫുട്ബോളിന് വലിയ ഇതില്ലാത്തടത്തോട്ട് പോയി ലയണൽ മെസ്സി കളിക്കുക എന്നൊക്കെ പറയുന്നത്. ലയണൽ മെസ്സിയുടെ മനസ്സിലൊരു ചിന്തയുണ്ടായിരുന്നടേ, ലോകകപ്പ് അവിടെയാണ് കളിക്കുന്നത് അല്ലേ? അവിടെ പോയോണ്ടുള്ള പ്രയോജനമേ എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള കളിയൊന്നും രണ്ടാം റൗണ്ടിൽ ഇത് ഇനി ടെൻഷൻ്റെ കാര്യമില്ല. ഇനിയിപ്പം ക്വാർട്ടറും പ്രീ ക്വാർട്ടറും ഒക്കെ തുടങ്ങി കഴിയുമ്പം നമുക്ക് ടെൻഷൻ ഉണ്ടാകും. ഒരു കളി തോറ്റു കഴിഞ്ഞാൽ പുറത്താണല്ലേ. പക്ഷേ അതിനു മുമ്പ് ടെൻഷൻ്റെ കാര്യമൊന്നുമില്ല. ആദ്യമായിട്ടാണ് അർജൻറ്റീനയിലെ ആദ്യത്തെ കളിയായത്. അൾജീരിയ വളരെ മോശപ്പെട്ട കളിയൊന്നുമില്ലായിരുന്നു. പക്ഷേ അൾജീരിയയും അർജൻറ്റീനയും തമ്മിലുള്ള ഏറ്റവും വലിയൊരു വ്യത്യാസം എന്താണെന്നറിയാമോ? അവിടെ ലയണൽ മെസ്സി എന്ന് പറയുന്ന ഒരു താരം അൾജീരിയയിലില്ല എന്നുള്ളതാണ്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി, ഈ ഗോളുകളല്ല ഈ ലയണൽ മെസ്സി എന്ന് പറയുന്ന ഒരു താരം ഇല്ലെങ്കിൽ ചിലപ്പം അർജൻറ്റീന ഒരു ഗോളിനൊക്കെ ചിലപ്പം ജയിക്കുമായിരിക്കാം അല്ലേ? ഈ 3 ഗോളിനൊന്നും ജയിക്കത്തില്ല. കാരണം ആ രണ്ടാമത്തെ ഗോള് തന്നെ ഗോളി തട്ടിയിട്ട് അവിടെ എത്തുക എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ കഴിയൂ. കൃത്യമായിട്ട് റീബൗണ്ട് ചെയ്യുമെന്നും അവിടെ ഞാൻ വേണം എന്നും വിചാരിച്ചൊരു കളിക്കാരൻ നീങ്ങുവാണെങ്കിലുണ്ടല്ലോ ഒരു രക്ഷയില്ല. ആ വ്യക്തിയെപ്പറ്റി നമുക്ക് ചിന്തിക്കാനേ പറ്റില്ല എന്നാണ്. ലയണൽ മെസ്സിയെ പറ്റി പലപ്പോഴും പെനാൾട്ടി ഗോളാക്കുന്നതാണ് ലോകകപ്പിലെ പുള്ളിയുടെ ശീലം എന്ന് പറയും. ഇത് ഒറ്റ ഒരു പെനാൾട്ടി ഇല്ല, 3 ഗോളിൽ തുടങ്ങി. ഇനി എത്ര ഗോളിൽ ചെന്ന് നിൽക്കുമെന്നറിയില്ല. നമ്മൾ 4 കൊല്ലം മുമ്പ് നമ്മൾ ചിന്തിച്ചാണ്. എനിക്ക് തോന്നുന്നു മെസ്സി ഇനി കളിക്കത്തില്ല. കാരണം അദ്ദേഹത്തിന് കഴിഞ്ഞ ലോകകപ്പിൽ 35 വയസ്സാകുമെന്നും ഇനി അങ്ങേർക്ക് കളിക്കാൻ പറ്റില്ല. 35 വയസ്സിലൊക്കെ വന്ന് കളിച്ചാൽ പുള്ളിക്ക് എങ്ങനെ കപ്പ് നേടാൻ പറ്റും എന്നൊക്കെ ഓരോരുത്തർ സംശയം ഉന്നയിച്ചു. കാരണം ഫുട്ബോൾ എന്ന് പറയുന്നത് എന്താ പറയുന്നത്, ഇച്ചിരി സ്പീഡിൻ്റെയും ഇച്ചിരി സ്റ്റാമിനയൊക്കെ ഉള്ളതാണ്. അത് 35 വയസ്സിലൊക്കെ ഇത് ഉണ്ടാകുക, കൊച്ചു പിള്ളേരുമായിട്ടൊക്കെ ഏറ്റുമുട്ടുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള സമയം. അത് കടന്ന് അടുത്ത 35-ാമത്തെ വയസ്സിൽ പുള്ളി ലോകകപ്പ് കൊണ്ട് നേടി. അപ്പോഴും നമ്മൾ ചിന്തിച്ചു ഈ ലോകകപ്പിൽ പുള്ളി കാണുമോ? കാണത്തില്ല. എല്ലാവരും തുറപ്പായിട്ട് പറഞ്ഞു കാണാൻ വഴിയില്ല. പക്ഷേ ഈ ലോകകപ്പിലും പുള്ളിയുണ്ട്. ആദ്യ കളിയിൽ തന്നെ ഹാർട്രിക്ക് തുടങ്ങുന്നു. എൻ്റെ മെസ്സി ഒരു രക്ഷയില്ല. ഞാൻ എന്താ പറയുന്നത്, ഫുട്ബോൾ കാണാൻ തുടങ്ങിയപ്പോൾ മുതൽ ഈ മനുഷ്യൻ്റെ ചരിതമുണ്ടല്ലോ നമ്മൾ കേൾക്കാത്ത ദിവസങ്ങളില്ല. ഇങ്ങേരെ പറ്റി എന്താ പറയുന്നത്, ഓരോ കഥകൾ അങ്ങനെ നമ്മൾ അങ്ങനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുക. ആ ഇഷ്ടമുണ്ടല്ലോ നമുക്ക് ഒരു എന്താ പറയുന്നത്, അങ്ങനെ കളി കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു കവിത പോലെ മനോഹരമാണ് അങ്ങനെ കളി എന്നുള്ള. ഇന്നത്തെ 3 ഗോൾ എടുത്താൽ എന്താ രസമല്ലേ. എനിക്ക് തോന്നുന്നു 78-ാം മിനിറ്റ് അദ്ദേഹം പോയതുകൊണ്ടാണ് ഒരുപക്ഷെ വേറൊരു ഗോളും കൂടെ അടിക്കാമായിരിക്കാം. 4 ഗോളിലേക്ക് 4 മാത്രമേ പുള്ളി ഫോക്കസ് ചെയ്തുള്ളൂ എന്നുള്ള. അത് 3 ഗോളായി. 4-ാമത്തേന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിദാൻ്റെ മകൻ ലൂക്കാസ് ഫിദാൻ തട്ടിയ ഗോളിയും വളരെ മോശപ്പെട്ട ഗോളിയൊന്നുമല്ലായിരുന്നു. പക്ഷേ പുള്ളിക്കുള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ സാക്ഷാൽ ലയണൽ മെസ്സിയാണ് പുള്ളിയുടെ മുന്നിൽ നിന്ന് ഗോളടിക്കാൻ തീരുമാനിച്ച് തുടങ്ങിയാലുണ്ടല്ലോ ഒരു ഫിദാൻ്റെ മോനും അതിനെ തടസ്സം ചെയ്യാൻ പറ്റില്ല. അത് ഫുട്ബോൾ കാണിച്ചു തന്നിട്ടുള്ളതാണ്. ഫുട്ബോൾ ലോകം എനിക്കെന്തും പറയാനില്ല. ഒരുപക്ഷെ അടുത്ത ലോകകപ്പുമായിട്ടായിരിക്കാം മെസ്സി കളിക്കളം വിടുന്നത്. കാത്തിരിക്കാം. ഒരു കാര്യം ഉറപ്പുണ്ട്, ഈ ലോകകപ്പിലെ ടോപ്പ് ഗോൾ നേടിയ പ്ലെയറുടെ ഇടയിൽ മെസ്സി തന്നെ സ്ഥാനം പിടിക്കും. കാരണം ആദ്യത്തെ കളിയൊക്കെ ഏകദേശം പൂർത്തിയാകുമ്പോൾ എനിക്ക് തോന്നുന്നു ഇനി ഒരാൾ കൂടി ഹാട്രിക്ക് നേടുമോ എന്നുള്ള സംശയമാണ്. ഈ ലോകകപ്പിൽ 6 ഹാട്രിക്ക് നേടും എന്ന്
പലരും സംശയം ജനിച്ചപ്പം എല്ലാവരും എംബാപ്പ പല പേരുകളും പറയുന്നത് കേട്ടു. പക്ഷെ ആരും അങ്ങനെ മെസ്സിയുടെ പേര് പറയുന്നതായിട്ട് കണ്ടില്ല. പക്ഷേ ഈ ലോകകപ്പിലെ ആദ്യത്തെ ഹാട്രിക്ക് ആദ്യ കളിയിൽ തന്നെ നമ്മുടെ മെസ്സി നേടി എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. ഈ കുറച്ച് ദിവസമായി ലോകകപ്പ് തുടങ്ങിയിട്ട്, പക്ഷെ അത്രമേൽ അങ്ങോട്ട് ലോകകപ്പ് തുടങ്ങി എന്നുള്ളൊരു പേരില്ല. പക്ഷേ ഇന്ന് അർജൻറ്റീനയുടെ കളി കഴിഞ്ഞ് കഴിഞ്ഞപ്പം നമ്മുടെ സോഷ്യൽ മീഡിയ ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ലോകകപ്പ് തുടങ്ങി മക്കളെ, ഇനിയൊരു പൊരിച്ചിലല്ലേ, ഒരു മാസം. അപ്പം അർജൻറ്റീനയെ ഇഷ്ടപ്പെടുന്ന, ലയണൽ മെസ്സിയെ ഇഷ്ടപ്പെടുന്ന, ഫുട്ബോൾ ഇഷ്ടപ്പെടുന്നവരെല്ലാം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മറ്റു വാർത്തകളും വരുന്നതോടൊപ്പം തന്നെ ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട വിശേഷങ്ങൾ നമുക്ക് പങ്കുവെക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ എത്തും വരെ ഓക്കെ.